അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് രഞ്ജു ലൈജു. ഞാൻ UK നേഴ്സാണ്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് കൃപാസനത്തിൽ. എൻ്റെ ആദ്യത്തെ സാക്ഷിനെ 2019 ലുക്കീമിയ ഡയഗ്നോസ് ചെയ്ത ഒരാളാണ്. അതിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു. ഞാൻ ക്യൂറായ ആളാണ് 2019. പക്ഷേ 2022 എൻ്റെ അസുഖം തിരിച്ചു വരികയും അതിൻ്റെ ഭാഗമായിട്ട് വളരെ സിക്കായിരുന്ന സമയത്ത് ഞാൻ 2022 ICU കിടന്നിരുന്ന സമയത്ത് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് വളരെയധികം സൗഖ്യം എനിക്ക് കിട്ടി. ഇപ്പം എനിക്ക് അസുഖത്തിന് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഞാൻ പൂർണ്ണമായി സൗഖ്യപ്പെട്ട ഒരാളാണ്. 2023 ഞാൻ UK ലീവിന് വന്ന സമയത്ത് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ് കാര്യം. എനിക്ക് രണ്ടാമത് അസുഖം വന്ന സമയത്ത് എനിക്ക് വെറും 3 മാസം ആയുസാണെന്ന് പറഞ്ഞിരുന്നത്. ഞാനാണ് ഇപ്പം അമ്മ മാതാവിൻ്റെ മുമ്പിൽ യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ അസുഖം പൂർണ്ണമായും ഭേദപ്പെട്ട് അമ്മ മാതാവിൻ്റെ മുമ്പിൽ പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നത്. ഞാൻ 2023 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ അസുഖങ്ങളൊക്കെ സെറ്റിലായി കഴിഞ്ഞപ്പോൾ വളരെയധികം ഇച്ചിരി റിലാക്സ് ആകുകയും ഉടമ്പടിയിൽ കുറേ മുന്നോട്ടാകുകയും ചെയ്തായിരുന്നു. രാവിലെ 5:30 പ്രെയറൊക്കെ ഞാൻ 6:30 7:30 സാക്ഷ്യമൊക്കെ മാസത്തിൽ 4 മാസമുള്ള ഉടമ്പടി ധ്യാനമൊക്കെ ഞാൻ മുടക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ കുറേശ്ശെ പിന്നോട്ടായിരുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ കുറച്ച് വിഷമങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഞാൻ ജോലിയാണെങ്കിൽ ഞാൻ ഫുൾ ടൈം ബാക്ക് വർക്കിലോട്ട് പോയായിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ ജോലിയിൽ ഞാൻ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നെങ്കിലും എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം എൻ്റെ മാനേജ്മെൻറ്റ് എന്നെ സപ്പോർട്ട് ചെയ്ത് വേറെ ഒരു പോസ്റ്റിലോട്ട് ഒരു ഡിസ്ചാർജ് കോർഡിനേറ്റർ പോസ്റ്റിലോട്ട് റീപ്ലോയ് ചെയ്തായിരുന്നു. പക്ഷേ 3-4 വർഷം ശേഷം എൻ്റെ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നൊരു റെസ്പോൺസ് ഉണ്ടായി. കുറേ നാളായിട്ട് അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി ആ ഒരു സപ്പോർട്ട് കാണുകയില്ല, വേറൊരു ജോലി ഞാൻ നോക്കണം എന്ന രീതിയിലുള്ളൊരു സംസാരം ഉണ്ടായപ്പോൾ ഞാൻ വളരെയധികം വിഷമിച്ച അമ്മ മാതാവിനോട് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും പഴയ പോലെ എൻ്റെ ഉടമ്പടി കൃത്യനിഷ്ഠത പാലിക്കാൻ തുടങ്ങി. ഉടമ്പടിയുടെ പ്രാർത്ഥനകൾ സമയാസമയം ചെല്ലാൻ തുടങ്ങി. ധ്യാനങ്ങൾ കൃത്യമായും ചെല്ലാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നു. ഞാൻ വെറും ബാൻഡ് 5 പോസ്റ്റ് നിൽക്കുന്നു. എൻ്റെ കൂടെയുള്ളവരെല്ലാം ബാൻഡ് 6 ആയി ബാൻഡ് 7 ആയി എല്ലാവരും പ്രൊമോട്ടായി പോകുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമുള്ള സമയമായിരുന്നു. അതിൻ്റെ കൂടെ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു കൺസേൺ ഉണ്ടായ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തീക്ഷണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് രാവിലെ ട്രെയിനിൽ പോകുമ്പോൾ ഞാൻ ഹെഡ്സെറ്റ് വെച്ച് ഇവിടുത്തെ ഉടമ്പടി ധ്യാനവും കൃത്യമായി കൂടാൻ തുടങ്ങി. സാക്ഷ്യങ്ങളാണെങ്കിൽ ഞാൻ എല്ലാ ദിവസവും 1-2 സാക്ഷ്യം കൂടുകയും അത് മിനിമം 5 പേർക്കെങ്കിലും എല്ലാ ദിവസവും ഷെയർ ചെയ്യാനും തുടങ്ങി. പിന്നെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഉടമ്പടിയുടെ ഉപ്പ് എല്ലാ ദിവസവും എൻ്റെ കാശ് രൂപ എന്നും എൻ്റെ ഡ്യൂട്ടിക്ക് പോകുമ്പം എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നു. അതുകൂടാതെ ഉപ്പ് എല്ലാ ദിവസവും ഞാൻ കൊണ്ടുപോയിരുന്നു ഡ്യൂട്ടിക്ക് പോകുമ്പോൾ. എന്നിട്ട് ഞാൻ ഹോസ്പിറ്റൽ ഡ്യൂട്ടിക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഞാൻ ഉപ്പൊന്ന് തളിച്ചിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് കയറാൻ തുടങ്ങിയത്. എല്ലാ ദിവസവും അങ്ങനെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും. അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥനയും മനസ്സ് ഒരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വേറെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ മാറണം, ജോലി വേറെ തപ്പണമെന്ന് പറഞ്ഞൊരു മാനേജ്മെൻറ്റ് മേട്രൻ അവർ മാറിയിട്ട് വേറൊരു പുതിയ മേട്രൻ വന്നു. പുതിയ മേട്രൻ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, അവരറിഞ്ഞു ഞാനിങ്ങനെ വേറെ ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, എന്തിനാണ് നീ ഇങ്ങനെ വേറെ ജോലി അന്വേഷിക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിന് മുമ്പുണ്ടായിരുന്ന അവരെന്നോട് പറഞ്ഞു, ഇത് കുറേ നാളായിട്ട് നിനക്ക് നേഴ്സിംഗ് ബെഡ് സൈഡിൽ പോകാൻ പറ്റത്തില്ല, അപ്പം നിനക്ക് വേറെ ജോലി അന്വേഷിക്കണമെന്ന് അവരെന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതിയ പുള്ളിക്കാരി പറഞ്ഞു, വേണ്ട, നീ പോകേണ്ട ആവശ്യമില്ല, നിന്നെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, നിനക്ക് ഞങ്ങൾ പുതിയൊരു പോസ്റ്റ് തരാൻ പോകുന്നത്, അതും പ്രമോഷനോടുകൂടിയുള്ള ഒരു പോസ്റ്റ്. വെറും ബാൻഡ് 5 രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വേറെ ജോലി അന്വേഷിച്ചുകൊണ്ടിരുന്ന എനിക്ക് അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ബാൻഡ് 6 ഒരു സെക്കൻഡ്മെൻറ്റ് ജോബ് ഈ പുതിയ മേട്ടം വന്നപ്പോൾ എനിക്ക് തന്നു. അത് പെർമനൻ്റ് ആകുന്ന സമയത്ത് വലിയൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിന് 3 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. എന്നെക്കാട്ടും വെൽ പെർഫോംഡ് ആയിരുന്നു മറ്റേ 2 ആൾക്കാർ. അവർ ഇംഗ്ലീഷിലൊക്കെ ഭയങ്കര ഫ്ലുവൻറ്റും അവർക്ക് നല്ല ടാലൻറ്റഡ് ആയിരുന്നു. പക്ഷേ ഞാൻ വെറും സാധാരണ ആളായിരുന്നു. എനിക്ക് അത്ര അവരെ പോലെ ടാലൻ്റ് അല്ലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ ബാൻഡ് 6 അത് ഒരു പോസ്റ്റ് ഉള്ളായിരുന്നു. ആ പോസ്റ്റ് ഒരിക്കലും പെർമനൻ്റ് ആയിട്ട് എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എന്താ ചെയ്തത് വെച്ചാൽ അന്ന് ഞാൻ ഇൻ്റർവ്യൂ പഠിച്ചിട്ടൊന്നുമല്ല പോയത്. ഞാൻ ഒരേ ഒരു കാര്യം ചെയ്തുള്ളൂ. ഞാൻ അന്ന് 7 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയത്. എന്നിട്ട് ഞാൻ കൃപാസനത്തിലെ തൈലവും തേച്ച് ഉപ്പും സ്വീകരിച്ചിട്ട് ഞാൻ അമ്മയുടെ കാശുരൂപം കൈക്ക് സ്വീകരിച്ചു. ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ കാശുരൂപം കൈ മുറുക്കെ പിടിച്ചാണ് അവരെന്നോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും എൻ്റെ ലാംഗ്വേജ് അത്ര ഫ്ലുവൻ്റ് അല്ലെങ്കിലും എനിക്ക് എന്തൊക്കെയോ ആൻസേഴ്സ് പറയാൻ പറ്റി. പക്ഷേ എന്തൊക്കെയോ എനിക്ക് പറയാൻ പറ്റി. എനിക്ക് ജോബ് ഓഫർ ചെയ്ത മേട്ടർ തന്നെയായിരുന്നു ഇൻ്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്നത്. എന്നിട്ട് ഈ 3 പോസ്റ്റിൽ എന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ എന്നിട്ടും എനിക്കൊരു ഹോപ്പില്ലായിരുന്നു. കാരണം മറ്റ് 2 ആപ്ലിക്കൻസിനെക്കാട്ടും വെൽ പെർഫോം നല്ല ടാലൻറ്റഡ് ആണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പോസ്റ്റ് എനിക്ക് കിട്ടുന്നത്. പക്ഷേ റിസൾട്ട് 2ാം പൊക്കം വരികയും
ആ ഒരു പോസ്റ്റിലോട്ട് ഞാൻ ബാൻഡ് 6 പെർമനൻ്റായിട്ട് അവരെനിക്ക് ജോബ് ഓഫർ ചെയ്യുകയും ചെയ്തു. അതെനിക്ക് വളരെ ഒരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ആ പുതിയതായിട്ട് വന്നൊരു മേട്ടൻ ഒരിക്കലും എപ്പോഴും ഞാൻ അവരെ ഒരു അമ്മ മാതാവിൻ്റെ രൂപത്തിലാണ് അവരെന്നെ കാണുന്നത്. കാരണം അവർ വന്നതോടെയാണ് എൻ്റെ ജോലിയിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും ഒരു സെറ്റിൽമെൻറ്റും ഉണ്ടായത്. ഇത് കൂടാതെ ഒരു കാര്യങ്ങളുണ്ടായത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉടമ്പടി പുതുക്കി എൻ്റെ അസുഖങ്ങളൊക്കെ സെറ്റിലായ സമയത്ത്, പിന്നോട്ടായിരുന്ന സമയത്ത് എനിക്കൊരു അസുഖം ഉണ്ടായി. അതായത് ഒരു ദിവസം എനിക്ക് എൻ്റെ കണ്ണിനകത്തൊരു ഇൻഫെക്ഷൻ ഉണ്ടായി. അത് കണ്ണ് ഭയങ്കര ഒരു റെഡായിട്ട് എനിക്ക് കണ്ണ് തുറക്കാനോ ലൈറ്റ് അടിക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ ട്രീറ്റ് ചെയ്ത് വന്ന ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു എന്താ ഞാൻ ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞു വേറൊരു ഐ ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അപ്പോൾ ഞാൻ ഇത്രയും നാളും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും അഡ്മിഷനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇനിയും വേറൊരു ഹോസ്പിറ്റലിൽ പോകണം, പിന്നെയും അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വളരെ വിഷമിച്ചു. കാരണം എനിക്കൊരു കുഞ്ഞു കൊച്ചുണ്ട്. ഇനി അതിനുവേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ മാതാവിന് മുന്നിൽ സമർപ്പിച്ചു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇനി എനിക്കൊരു അഡ്മിഷന് വയ്യ, എനിക്ക് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായി. ഞാൻ ഈ സൗഖ്യം ഒരു സാക്ഷ്യമായിട്ട് ഞാൻ ഒരു പേപ്പറിൽ അന്ന് വൈകുന്നേരം തന്നെ എനിക്ക് സൗഖ്യം കിട്ടിയതായിട്ട് ഒരു പേപ്പറിൽ ഞാൻ ആ പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പേപ്പറിൽ തന്നെ ആ സൗഖ്യം ഞാൻ എഴുതി. അതുകൂടാതെ അമ്മ മാതാവിൻ്റെ ഉപ്പ് ഞാനൊരു ബൗളിൽ വെള്ളത്തിൽ ചാലിച്ചിട്ട് അതിട്ട് മുഖം കഴുകിയിട്ട് ഞാൻ 7 തവണ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. എന്നിട്ട് വയ്യാത്ത കണ്ണടച്ച് മറ്റേ കണ്ണ് തുറന്നിട്ടാണ് ഞാൻ ആ സൗഖ്യം കിട്ടിയതുപോലെ ഞാൻ ആ സാക്ഷ്യം പേപ്പറിൽ എഴുതി. രാത്രിയായി, പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. രാവിലെ ആയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് ഭയങ്കര സൗഖ്യം കിട്ടി. എൻ്റെ കണ്ണിന് ഒരു റെഡ്നെസ്സും ഇല്ല, ലൈറ്റ് അടിക്കുമ്പോൾ എനിക്ക് തുറക്കാൻ വയ്യാത്ത ഒരവസ്ഥയില്ല, നീർക്കെട്ടും എല്ലാം മാറി പൂർണ്ണ സൗഖ്യം ഉണ്ടായി. അത് അമ്മ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഒരു ചെറിയ ഒരു അനുഗ്രഹം കൂടെ ഈ 2 ദിവസം മുമ്പ് എനിക്ക് കിട്ടിയത് പറയാനുണ്ട്. ഞാനിപ്പോൾ ലീവിന് വന്നാണ് ഈ വെക്കേഷൻ സമയത്ത്. അപ്പോൾ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് ഞാൻ എപ്പോഴും മാതാവിനെ പ്രാർത്ഥിക്കാൻ, എപ്പോഴും നാട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു, മാതാവേ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ലെന്ന്. ഈ 3-4 ദിവസം മുമ്പ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചുമയുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഞാനാണെങ്കിൽ 3-4 ദിവസം മുമ്പ് ചുമച്ചപ്പത്തേന് ഇച്ചിരി കഠിനമായിട്ട് ചുമച്ചപ്പത്തേന് ബ്ലഡ് വന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ മാതാവ് ഇനി പഴയ പോലെ അസുഖങ്ങളെല്ലാം തിരിച്ചു വന്നോന്ന്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ഭയങ്കരമായിട്ട് വിഷമിച്ചു. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാനപ്പോൾ അവിടുത്തെ ഡോക്ടറോട് ചോദിക്കാൻ തുടങ്ങി എന്താ ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ അടുത്തുള്ള ഹോസ്പിറ്റലിൽ തന്നെ അത് പോകുക, എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ലീവും തീർന്നു, എല്ലാം തീർന്നു, നമുക്ക് തിരിച്ചു പോയേക്കാം എന്നുള്ള രീതിയിൽ അത്രയും ഡൗൺ ആയി നിൽക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എനിക്ക് കൃപാസനത്തിൽ തൈലം കൊണ്ടുതന്ന് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു. എൻ്റെ മദറിലോ ആണെങ്കിൽ എനിക്ക് കൃപാസനത്തിൽ ഉപ്പ് കൊണ്ടുവന്ന് നാവിൽ തന്നു. അവർ മാറി രണ്ടുപേരും വിശ്വാസപ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രവർത്തനം മാറി ചൊല്ലി. അന്നൊരു രാത്രി മാത്രമേ ഉള്ളൂ എനിക്ക് കഫത്തിനകത്ത് ബ്ലഡ് വന്നുള്ളൂ. പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ സംരക്ഷണത്തിൽ, അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. ബാക്ക് ടു നോർമലായി. ഇപ്പം ഞാൻ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ അമ്മ മാതാവിന് ഒരുപാട് നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് എനിക്ക് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിട്ട് ഞാനിങ്ങനെ രോഗികളെ സൃഷ്ടിക്കാൻ അങ്ങനെ പോകാറില്ല. പക്ഷെ കൂടുതലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഞാൻ ഒരുപാട് പൈസയുടെ രൂപത്തിൽ ഒരുപാട് ക്യാൻസർ പേഷ്യൻസിനെ, ബാക്ക് ഹോം വയ്യാത്ത ആൾക്കാരെയൊക്കെ ഒത്തിരി മണി റിലേറ്റഡ് കാര്യങ്ങൾക്ക് സഹായിക്കാൻ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ കൂടുതൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഉടമ്പടിയിൽ കൃത്യമായിട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങി. രാവിലെ 5:30 പ്രാർത്ഥനയും എല്ലാ ദിവസവും തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ധ്യാനങ്ങളും പൂർണ്ണമായി കൂടാൻ തുടങ്ങി. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. രഞ്ജു ലേജു എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സുവിശേഷമായ 3 അനുഗ്രഹങ്ങളെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തേത് മകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് വന്ന ക്യാൻസർ രോഗവും അതിൻ്റെ സൗഖ്യവും. ആ നാളുകളിൽ മകള് ആശുപത്രിയിൽ തന്നെ ബെഡുകളിൽ ഉള്ള രോഗികളെ പരിചരിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് ശുശ്രൂഷിച്ചിരുന്നത് കൊണ്ട് ആ ജോലിയിൽ നിന്നും മകളെ മാറ്റുന്നതിന് വേണ്ടുന്ന ഒരു ശ്രമം ആശുപത്രിയിൽ നടക്കുന്നു. RN ബാൻഡ് 5-ൽ മകൾ ജോലി ചെയ്ത് കുറേ നാളായി മുന്നോട്ട് പോകുന്നു. മെട്രോൺ അപ്പോൾ മറ്റ് ജോലി തിരക്കണം എന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് സിറ്റുവേഷൻ. മകൾ പറയുന്നുണ്ട്, അത് വലിയ സങ്കടത്തോടു കൂടിയാണ് ആ കാലഘട്ടം മുന്നോട്ട് പോയത്. ജീവിതം അതിൻ്റെ സാധ്യതകളൊക്കെ അവസാനിക്കുന്നുവെന്നാണ് കരുതിയത്. അമ്മ മാതാവിൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത് വീണ്ടും ശക്തമായി പ്രാർത്ഥിച്ച് അമ്മയുടെ സംരക്ഷണം തേടിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയൊരു മേട്രൺ ചാർജ് എടുക്കുകയും ആ മേട്രൺ കാര്യങ്ങൾ മനസ്സിലാക്കുകയും
ബാൻഡ് 6-ൽ അറിഞ്ഞായിട്ട് മകളെ നിയോഗിക്കുകയും ചെയ്യുന്നു. അതൊരു താൽക്കാലിക കുറച്ചു നാളത്തേക്കുള്ള നിയമനമായിരുന്നു. എന്നാൽ അതിൻ്റെ പെർമനൻ്റ് നിയമനത്തിന് വേണ്ടുന്ന സമയമെത്തിയപ്പോൾ മകളിലും പ്രാപ്തിയുള്ള, പരിചയമുള്ള, ഭാഷ നന്നായി കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ 2 പേരുണ്ടായിരുന്നിട്ടും അവർ 2 പേരിലും കുറവുകളുള്ള, ആരോഗ്യ പ്രശ്നമുള്ള, ഭാഷ പരിമിതിയുള്ള മകളെ ഒന്നാമതായി കണ്ടെത്തി ആ ജോലി നേടിക്കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവച്ചത്. നമ്മുടെ മാതാവിലുള്ള ഉടമ്പടിയിലുള്ള നമ്മുടെ വിശ്വസ്തത നാം പോലും അറിയാതെ നമ്മളെ കരുത്തരാക്കുന്ന ദൂതരെ, സഹായകരെ നമ്മുടെ ജീവിതത്തിന് നൽകിക്കൊണ്ടിരിക്കും. ഒരു മേട്ടൻ മാറി മറ്റൊരാൾ ചുമതലയെടുക്കുക, ചുമതലയെടുത്ത ആൾക്ക് ലഭിക്കുന്ന ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് മകളെ കുറവുണ്ടെന്നറിഞ്ഞിട്ടും അത് ആരോഗ്യ പ്രശ്നമുണ്ടെന്നറിഞ്ഞിട്ടും അതൊന്നും പരിഗണിക്കാതെ ആ ജോലിക്ക് വേണ്ടി നിയോഗിക്കുക, സ്ഥാനക്കയറ്റം കൊടുക്കുക, അത് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ മകൾക്ക് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നാമതായി ഏക പോസ്റ്റിലേക്ക് മകളെ തന്നെ കണ്ടെത്തുക. ഇത് കൃപയാൽ മാത്രം ലഭിക്കുന്ന അനുഗ്രഹമാണ്. ഇത് നമ്മുടെ മെറിറ്റ് കൊണ്ട് നേടുന്ന അനുഗ്രഹമല്ലിത്. അതാണ് മകളുടെ ആദ്യത്തെ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ എനിക്ക് കുറവുണ്ടായിട്ടും ഒരു കുറവുമില്ലാതെ ഏറ്റവും നല്ലൊരു ജോലിയുടെ സുരക്ഷിതത്വത്തിലേക്ക് അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയ വിഷയം. അതുപോലെ തന്നെയാണ് ഈ ദിവസങ്ങളിലുണ്ടായ ശക്തമായ ചുമയും അത് ബ്ലഡ് സ്പോട്ട് കണ്ടതും അതും അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ചതിലൂടെ, വിശ്വാസ പ്രമാണം ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിച്ചതിലൂടെ സൗഖ്യം ലഭിച്ചതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഓരോ സാക്ഷ്യവും ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന അനുഭവങ്ങളെ നമുക്ക് പങ്കുവച്ചു തരുമ്പോൾ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുകയാണ്. ജീവിതത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും നമ്മുടെ താല്പര്യങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് കൂടുതൽ കാലം നിലനിൽക്കുന്ന, നമുക്ക് തന്നെ അഭിമാനം, സന്തോഷം നൽകുന്ന, നമ്മുടെ ജീവിതത്തിന് സമാധാനവും ഐശ്വര്യവും പകരുന്ന അനുഭവങ്ങളിലൂടെ കൊണ്ടുപോകുമെന്ന് ഉടമ്പടി എപ്പോഴും നമ്മളോട് പറയും. ഭാരങ്ങളെ ലഘൂകരിച്ച് മികച്ച ജീവിത രീതിയിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തി എത്ര കണ്ട് ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴും അവസാനമെല്ലാം നന്നായിരിക്കുന്നുവെന്ന് പറയും വിധം നമ്മുടെ ജീവിതത്തിനെല്ലാം ശുഭമാക്കി തരുന്ന അമ്മ മാതാവിൻ്റെ സംരക്ഷണമാണ് ഈ മകൾ സാക്ഷ്യത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവിനും തിരുക്കുമാരനും കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.